കുറച്ചു നേരം ഇവരാരും കേറിയില്ലേ? ആര് കേറിയില്ലേന്ന് ആരെ നോക്കിക്കാ? പാവം ദൈവമാണ്. ഞാൻ എന്താ ദൈവമേ, അത് ഞാൻ എവിടെ 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 എടാ ഒരു വണ്ടി ഞാൻ അമ്മാരെ എടുത്തോണ്ടെങ്കിൽ പോന്നടാ, എന്നിട്ട് കൊണ്ട് കളഞ്ഞത്. ഇങ്ങനെ സർവർ തന്നെയാടാ ഇത്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇറ്റാച്ചി ഈ വണ്ടി ഇടിച്ച് കളയുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. പാക്കുകോടില്ല, ഇവിടെ നമ്മളെ അപ്പുകോടാണ് ഇന്നുള്ളത്. അപ്പാപ്പൻ എന്ന് അറിയപ്പെടുന്ന അപ്പുകോട് കളി തുടങ്ങിയെന്ന് അറിയാണ്ട് ഇപ്പോഴും സീവയുടെ പ്ലേയേഴ്സിനോട് കുശലാന്വേഷണവും നടത്തുന്നതാണ് നമ്മുടെ അപ്പാപ്പൻ. ഇവിടെ എന്താണ് അപ്പാപ്പൻ ചെയ്തത്? പ്ലീസ് ഗോ ടു ദ ടർഫ് അപ്പാപ്പൻ. ഇന്ന് രാത്രി ചോറും മീൻകറിയാന്നുള്ള ആ ഒരു ഡിസപ്പോയിന്റ്മെന്റിലാണ് അപ്പാപ്പൻ ഇപ്പോഴുള്ളത്. ചേച്ചിക്ക് മെസ്സേജ് അയച്ചപ്പോൾ ചേച്ചി പറഞ്ഞു ചോറും മീൻകറിയാണെന്ന് രാത്രി കഴിക്കാൻ. ആ ഒരു ഡിസപ്പോയിന്റ്മെന്റ് അപ്പാപ്പന്റെ മുഖത്താണ്. ഇതേ കോട്ടുവായിരുന്നു. അപ്പാപ്പൻ ടർഫിൽ പോകാണ്ട് ഇവിടെ എന്ത് ചെയ്യണം? പ്ലീസ് ഗോ ടു അപ്പാപ്പൻ. ഫോൺ വിളിച്ച് പറയും. അപ്പാപ്പാ അവിടെ ആരെ കണ്ടോണ്ടിരിക്കുക? നിങ്ങൾ ആരെങ്കിലും അവിടെ ഇരിക്കുന്ന? അവിടെ ടർഫ് തുടങ്ങി. ഒരു സർവർ ഉണ്ടാക്കിയത് പോകളവാ അങ്ങോട്ട്. ഇജാതി എന്തൊരു പറയാനാ. ഇത് ഇറ്റാച്ചി ചേസ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഇവിടെ എന്താണ് അപ്പാപ്പൻ എവിടെ എത്തി നോക്കാം. അപ്പാപ്പൻ തിരിച്ചു നമുക്ക് അപ്പാപ്പനിലോട്ട് പോകുകയാണെങ്കിൽ ഫൈനലി അപ്പാപ്പൻ നമ്മുടെ ടർഫിലോട്ട് എത്തിയിരിക്കുന്നു. വിളിച്ചു പറഞ്ഞല്ലേ? ഭൂഗോളം. Why this man college genius? TBA അപ്പാപ്പൻ അപ്പൊ സ്പെക്ക് ചെയ്യുന്നു. TBA versus CBA. ഇവിടെ നോക്കുകയാണെങ്കിൽ CBയുടെ വണ്ടിയിൽ ഇവിടെ ഇടിച്ചു കയറ്റി ഇവര് ഇറങ്ങി അടിക്കുവോ ഇവരിപ്പോ? ഇല്ല ഇല്ല, ഇവിടെ ബാറ്റർ സൈമണും കാട്ടാളൻ ശിവവും. കാട്ടാളൻ എന്തായാലും എന്തുകൊണ്ട് സൗണ്ട് ഉണ്ടാക്കുന്നെന്ന് പറഞ്ഞ് വന്നെയാണ്, ക്ഷമിക്കണം. ഇവിടെ ഇവര് തമ്മിൽ കുശലാന്വേഷണം കടത്തുക കാഴ്ച. വണ്ടി ഇടിച്ചു കയറ്റി അവരുടെ വണ്ടി. ഇനിയിപ്പോൾ നമ്മുടെ ഷൈജു എണ്ണം വരണം വണ്ടി റിപ്പയർ ചെയ്യാൻ. ബോബിയ വരണം വണ്ടി എടുത്തോണ്ട് വന്നു ചോദിച്ചാൽ പാവങ്ങളെ ചതിക്കുന്ന ഒരു കാഴ്ച ഇവിടെ. മാണിക്യം മനസാശി. അയ്യോ ഇത് പാട്ട് മാറിയല്ലോ പറ്റൂ. തിരിക്കും മെയ്യാട്ടം എന്ന് പറഞ്ഞുകൊണ്ട് രാജമാണിക്യം ഇവിടെ ഇറങ്ങിയിരിക്കുന്നു. സിവിഎൽ രാജമാണിക്യം നമ്മുടെ സ്നൈപ്പിന്റെ ഗേൾഫ്രണ്ട് ലൈറ വെൽവെറ്റിന്റെ ചേട്ടനാണ് സിവിഎൽ രാജമാണിക്യം. ഇവിടെ സ്വന്തം അളിയനെ വണ്ടിയിൽ ഇടിച്ചു കയറ്റുന്ന ഒരു കാഴ്ച. സ്നൈപ്പ് സ്വന്തം അളിയനെ ഭിത്തി കയറ്റി വെച്ചിരിക്കുന്നു. അളിയനും തമ്മിൽ കുശലാന്വേഷണം നടത്തുന്ന ഒരു കാഴ്ചയാണ്. ഓക്കെ ഓക്കെ മുച്ചിരി എന്താണ് മുച്ചിരി ബന്ധിയോട് താങ്കൾ ഈ പറയുന്നത്? താങ്കൾക്ക് സംസാരിക്കാനല്ലേ നമ്മൾ തരുന്നത്? സംസാരിക്കൂ. സംസാരിക്കൂ. അപ്പാപ്പന്റെ സൗണ്ട് വളരെ കുറവാണ്. ഞാൻ നമുക്ക് പെട്ടെന്ന് തോന്നുന്ന ഒരു ആശയമാണ്. എന്തുകൊണ്ട് നമ്മുടെ സ്വന്തം ഗ്യാങ്ങിലെ മെമ്പേഴ്സിന്റെ പേര് വിസിബിൾ ആയിക്കൂടാ? നമ്മുടെ സ്വന്തം ഗ്യാങ്ങിന്റെ മെമ്പേഴ്സിന്റെ പേര് ഇങ്ങനെ തലയിൽ എഴുതി കാണിക്കാൻ പറ്റുന്നു. മറ്റേ ഇംഗ്ലീഷ് സെർവറിലൊക്കെ കാണൂലേ? മനസ്സിലായോ? മറ്റേ സൈഡിൽ കാണിക്കുന്നത് അതല്ല. ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാൻ ഗൂഗിളില് ഹൂ ഈസ് ദ ഓണർ ഫാർമർ ഇൻ എക്സ്റ്റാൻഡ് സിറ്റി സെർച്ച് ചെയ്തു. ബാലനല്ലേ? ടിവിയെ ബാലനൊക്കെ എന്നായിരുന്നു. ഹി ഈസ് സെലിബ്രേറ്റഡ് ഇൻ ദ കമ്മ്യൂണിറ്റി ഫോർ ഹിസ് കോൺഫിഡന്റ് swagger filled character and gameplay moments. ഇവിടെ 916 തിളങ്ങിയല്ലേ ഇവിടെ. ഇവിടെ വണ്ടി റിപ്പയർ ചെയ്യുന്ന കാഴ്ച. എല്ലാരും വണ്ടി റിപ്പയർ ചെയ്യുന്നു. നമ്മളൊക്കെ വിട്ടു കൊടുക്കുന്നതാ, മനസ്സിലായില്ലേ? നമ്മളെ വെറുതെ വേണ്ട. പിള്ളേരെ എൻജോയ് ചെയ്യട്ടെന്ന് മനസ്സിലായില്ലേ? നമ്മുടെ കാലമൊക്കെ കഴിഞ്ഞ് ഇനി പിള്ളേരൊക്കെ എന്ത് എൻജോയ് ചെയ്യട്ടെ. ഇത് പിന്നെയും ഇവര് റിപ്പയർ ചെയ്യുന്നതനുസരിച്ച് പിറ്റ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കണ്ടുപിടിക്കുന്നത്. അവരെ റിപ്പയർ ചെയ്യാതെ വീണ്ടും വീണ്ടും
ഫിറ്റ് ചെയ്ത് സമയങ്ങളാണ് ഇവര് ഈ ഫിറ്റിംഗിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കൊണ്ടിരിക്കുകയാണ് വേണ്ടി പ്രതീക്ഷിക്കുകയാണോ CBA? വണ്ടികളെ 4 പേരടങ്ങുന്ന ഒരു വണ്ടി ഗ്യാങ് വണ്ടി വെച്ച് ഇതാ ലിപ്പിലോ കളിക്കുന്ന ഒരു കാഴ്ച. എടാ കോളിയാക്കി ഈ ഇവിടെ നിന്ന് വന്നേ ഒരു വണ്ടി വന്നേ അവരൊക്കെ അതുകൊണ്ട് തന്നെ പൊങ്ങി നോക്കിയത് കാണുന്നത് മാധവന്റെ CBA മാധവന്റെ കാലിലടയാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പറഞ്ഞേട്ടാ അയ്യോ മുണ്ടാവാത്ത ഭാഗ്യം അങ്ങേര് നോക്കിയതേ ഇതിനു വേണ്ടിട്ടാണ്. മുണ്ടാവാത്തത് ഭാഗ്യം. ഇത് ഇവിടെ വണ്ടിയെ കൂട്ടിയിടില്ല പാവം. CBA ഒരു കാഴ്ച. ഒരു വണ്ടി രക്ഷിക്കാൻ വന്നു, ആ വണ്ടിയെ പൂട്ടിയിട്ടേക്കുന്നു. ഇത് അടുത്ത വണ്ടി വന്നേക്കുന്നു, ആ വണ്ടിയെ പൂട്ടിയിടാനാണ് സാധ്യത. ഇല്ല, ആ വണ്ടി ഫിറ്റ് ചെയ്ത് മാറ്റുന്ന ഒരു കാഴ്ച. എന്തൊരു അവസ്ഥയാണ് ഇത്. കുടുക്കിയിട്ടേക്കും. അപ്പാപ്പ സ്പെക്ക് ചെയ്യണ്ട, അപ്പാപ്പ വണ്ടിയിലെ കുലിക്കാ സ്പെക്ക് ചെയ്യുന്നത്. ആ ഇങ്ങനെ സ്പെക്ക് ചെയ്യും. ബ്രാവോ F6 ഒക്കെ പറഞ്ഞപ്പോഴേ F6 എന്നൊക്കെടാ ഇറങ്ങിപ്പോയി കാറിന്റെ അകത്തുനിന്ന്. പിന്നെ പുറത്ത് ബ്രാവോ പറഞ്ഞ F6 ഒക്കെ മനുഷ്യക്ക് അവൻ F6 ആ പണ്ട് സ്റ്റാർട്ട് ആവുന്നില്ലാന്ന് തോന്നുന്നു ആക്ച്വലി പുള്ളിയുടെ. ഇവിടെ നോക്കുവാണെങ്കിൽ നമ്മുടെ TV സൈഡിൽ നിന്ന് ഇവരെ മൊത്തത്തിൽ ഒരു കുടിക്കുന്ന ഒരു കാഴ്ച. ടിവിയുടെ എല്ലാ വണ്ടിയും സത്യം പറയല്ലോ ഇതൊക്കെ ഭയങ്കര ബുള്ളിയാ. റിപ്പയർ ചെയ്യുന്നു. നമ്മുടെ പിള്ളേരാണെങ്കിൽ ഇത് ഭയങ്കര ബുള്ളിയാ ഇത് ഭയങ്കരമായിട്ട്. ഇത് ഒരു ബുള്ളിങ് എന്താണെന്നാണ് നമ്മുടെ വാറ്റി ഗോഗു വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ടർഫ് സ്പെക്ക് ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് ആണ്. കുറെ നേരമായി നമ്മുടെ ശരത്തായിട്ട് ചോദിക്കുന്ന ആരെങ്കിലും ഇതിനൊരു ഉത്തരം കൊടുക്കണം ദൈവമേ. ശ്വാസം മുട്ടുന്നില്ല, ശ്വാസം മുട്ടുന്നില്ല. ഇല്ല അപ്പാപ്പൻ സോണ് മാറി ഒന്നും നോക്കുന്നില്ല. ആൾക്കാരെ സ്പെക്ട് പെട്ടെന്ന് ടർഫ് കയറുന്നത് 1/2 മണിക്കൂർ കാത്തിരിക്കണ്ടല്ലോ, നേരെ വരിക ടർഫ് അടുത്ത ടർഫ് തുടങ്ങുക. ഇവിടെ 4 വണ്ടി ഫിറ്റ് ചെയ്തോണ്ടിരിക്കുന്നു. CBA അകത്ത് കയറാനുള്ള ഒരു ചാൻസ് പോലും TV കൊടുക്കുന്നില്ല. ആക്ച്വലി ഇവിടെ നോക്കുവാണെങ്കിൽ അവരെ ഫിറ്റ് ചെയ്ത് ഫൈറ്റ് എടുക്കാൻ പറ്റുള്ളൂ. ഭയങ്കര മൂവ്മെന്റ്, അതായത് ഈ ഫ്രെയിം പെട്ടെന്ന് മാറില്ല, അതുകൊണ്ടാ ചെറിയ ക്വാളിറ്റി ഇഷ്യൂ അല്ലേ. ക്വാളിറ്റി ബിട്രേറ്റ് ഇതാ ഫ്രെയിം പെട്ടെന്ന് സ്പീഡില് മാറി. എങ്ങനെ 10-25 രൂപയാവും അല്ലേ? അപ്പൊ വിശപ്പിന്റെ കടിയും കൂടെ ഒക്കെ എടുത്താലോ? ആ എടുക്കുന്ന കടിയുടെ കൂടെ ഇപ്പൊ എന്തായാലും ഒരു കടിയായിട്ട് കഴിക്കത്തില്ല. ഇതെന്താ ഫ്രണ്ട്ലി ടർഫാന്ന് തോന്നുന്നു കേട്ടോ. ആണോ? ആ ഇതെന്താ ഫ്രണ്ട്ലി ടർഫാ ഗൈസ്. ഇത് ശരിക്കുള്ള ടർഫ് ഒന്നും ഇത് ഫ്രണ്ട്ലി ആണ്. ഇത് ഫ്രണ്ട്ലി ടർഫാണ് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത്. ഇപ്പൊ സോണൊക്കെ വന്ന് സോണ് ഷിഫ്റ്റുമായി ചെറുതുമായി. ഓക്കെ ഈ വീടൊരു വണ്ടിയല്ലേ കിടക്കുന്നത്? ഇവന്മാർ എവിടെയാടാ? ബാക്കിയുള്ളവന്മാർ എവിടെയാടാ? CBA ഇത് തൊട്ട് ടർഫ് കളിക്കുന്ന എല്ലാ ഗ്യാങ്ങിനും സർവറിലെ ഒരു ടർഫ് കളിച്ചു കഴിഞ്ഞാൽ സർവറിലെ 2 പവർഫുൾ ഗണ്ണ് കിട്ടും. 2 പവർഫുൾ ഗണ്ണ് ജയിച്ചു കഴിഞ്ഞാൽ 4 പവർഫുൾ ഗണ്ണ്. എന്താ പറയുന്നു? ഡാമേജ് കൂടിയ പവർഫുൾ അല്ല എവിടെ വേണേലും ഉപയോഗിക്കാം. അത് അപ്പൊ എല്ലാം ടർഫ് കളിക്കാൻ പറ്റും. മനസ്സിലായോ? കൊടുക്കട്ടെ ഞാൻ കൊടുക്കട്ടെ. കൈ എനിക്ക് വിറക്കാണ്. കൊടുക്കട്ടെ ഞാൻ. ഇല്ല ടർഫിലും അങ്ങനെ മനസ്സിലായോ? എന്ത് പറയും
എല്ലായിടത്തും ഉപയോഗിക്കട്ടാ. മുജിരി പന്തിയോട് ഞാൻ ചോദിക്കുന്നത്, ആ അവര് ലാസ്റ്റ് സോൺ വരെ വെയിറ്റ് ചെയ്യണമെന്നാണ് മുജിരി പന്തിയോട് ചോദിച്ചത്. അതെ അതെ അതും ചാൻസ് ഉണ്ട്, അത് 100% ഞാൻ യോജിക്കുന്നുണ്ട്. ആ, അതെ അതിന്റെ ഡ്യൂറബിലിറ്റി മുജിരി പന്തിയോട് പെട്രോൾ ലീക്ക് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. അതെ അതെ അടിപൊളിക്ക്. വേണ്ട വേണ്ട ഇനി അടുത്ത മനസ്സിലായോ? മുജിരി അവർ അതിന്റെ ഡ്യൂറബിലിറ്റി 100%. അതെന്നാണ് ഡ്യൂറബിലിറ്റി തീരുന്നത്? ആ ഗൺ എക്സ്പയർ ആയി. മനസ്സിലായോ? പക്ഷേ ആ ഗണ്ണ് കിട്ടണമെങ്കിൽ സിറ്റിക്കകത്ത്, അതായത് ഭയങ്കര പവർഫുൾ ഒന്നും അല്ല. ഇപ്പം 25 ബോഡിയല്ലേ, ആ ഗണ്ണിൽ 21 ബോഡിയാക്കി കുറയ്ക്കും. 21 ബോഡി അല്ലെങ്കിൽ ഒരു 19 ബോഡി ആള് ചാവും. പക്ഷെ സെയിം റീകോയിൽ, സെയിം എന്താണ് ഹെഡ് ഷോട്ട്. മനസ്സിലായോ? ബോഡി ഷോട്ടിന്റെ കൗണ്ട് മാത്രം കുറയും. ആ ഗണ്ണ് ടർഫ് കളിച്ച് ജയിച്ചാൽ അല്ലെങ്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ മാത്രമേ കിട്ടത്തുള്ളൂ. എന്ത് പറയുന്നു? ഞാൻ എന്റെ സെർവർ അത് അവർക്ക് എല്ലാത്തിലും ഉപയോഗിക്കാം. നമ്മൾ മറ്റേ പോലെ ലിമിറ്റ് ചെയ്യത്തില്ല. ടർഫിൽ മാത്രമേ ഉപയോഗിക്കാവുള്ളൂ, അങ്ങനല്ല. അവർക്ക് വാറിൽ ഉപയോഗിക്കാം, അവർക്ക് റോബറിക്ക് ഉപയോഗിക്കാം. പക്ഷേ ഗണ്ണിന് ഡ്യൂറബിലിറ്റി ഉണ്ട്. മനസ്സിലായോ? ഇപ്പം നിങ്ങളുടെ ഒരു ഇപ്പം നിങ്ങളിപ്പോൾ ആ ഗണ്ണ് ഉപയോഗിക്കുന്നതനുസരിച്ച് മറ്റേ കാർബൺ റൈഫിലെ ഡ്യൂറബിലിറ്റി കുറയുന്നത് പോലെ ഡ്യൂറബിലിറ്റി തീർന്ന് 0 ആയി കഴിഞ്ഞാൽ അത് ഉപയോഗിക്കാൻ പറ്റാത്തൊരു പോയിന്റ് എത്തും. അല്ല ഞാൻ പറഞ്ഞില്ലേ, ഞാനാണെങ്കിൽ എന്റെ സെർവർ കുളം തോണ്ടാൻ വേണ്ടിട്ട് ഞാൻ വേറെ ആൾക്ക് കൊടുത്തു. ചെറിയൊരു സ്വന്തമായിട്ട് കുളം തോണ്ടാൻ നോക്കുവാണ്, മനസ്സിലായില്ലേ? വല്ലതും നടക്കും ഇവിടെ, അതായത് കേറിയോടെ. ഇതാ ഇത് സ്വന്തമായിട്ട് ചെയ്യാൻ നോക്കുക. ഇവിടെ നോക്കണേ, സ്നൈപ്പ് ടീവി പെട്രോൾ അടിക്കുന്നു. ഇവിടെ നോക്കാം, ഇറ്റാച്ചി മാത്രമാണ് ടർഫിന്റെ അകത്തുള്ളത്. ഹലോ ഹലോ மைக் ஒர்க் ஆகல. ரேடியோ மைக் எப்படி பேசிட்டு இருக்கீங்க? எனக்கு கேக்குதே. இல்ல ரேடியோ மைக் റേഡിയോ മ്യൂട്ട് ചെയ്തെന്ന് തോന്നുന്നു. നമ്മളെ ഇല്ല കോച്ച് സംസാരിക്കുന്നു. கனெக்ட் பண்ணு. அப்ப கனெக்ட் பண்ணனா வார் கிட்ட இருக்கு. സെർവർ ഉണ്ട്, யாருமே பக்கத்துல இல்ல, நீங்க பண்ணுங்க. ഇവിടെ നോക്കുവാണെങ്കിൽ എല്ലാ വണ്ടിയും ടർഫിന്റെ അകത്തോട്ട് കയറുന്ന കാഴ്ചയാണ്. அது டீம்மேட்ஸ் கிட்ட കുറച്ച് പറഞ്ഞു കൊടുക്കുമോ? ഇറങ്ങിട്ട് കേറട്ടെ. സർവറിന്റെ ഇറങ്ങി കയറാൻ சொல்லல, റേഡിയോയിൽ ഇറങ്ങി കയറാൻ റേഡിയോ താഴെ വെച്ച് ഇറങ്ങി എടുത്ത് എല്ലാം ചെയ്തെന്ന്, എല്ലാം ടെസ്റ്റ് ചെയ്തെന്ന്, എല്ലാം പണി പാത്തിട്ടാ. ഒന്നും ഓർക്കാവില്ല റേഡിയോ. ഇവൻ കുറെ സമയം ഇവന്റ് മൗസ് 4 ചോമോറോട് കേട്ടോ. കോച്ചാണോ? ക്യാപ്സ് ലോക്ക് വെച്ച് സീക്ക് മാറ്റിട്ടാ എല്ലാം നിന്റെ മ്യൂട്ട് മേളില മ്യൂട്ട് ചെയ്യണം. கொஞ்ச நேரம் வெயிட் பண்ணி பார்த்தா போதும். കോച്ചിന്റെ ഒരു സൈഡ് വ്യൂ ആണ് നമ്മൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. இங்க இருக்கிற ரேடியோ ஜாமர் இருக்கு. കോച്ചിന്റെ സൈഡ് വ്യൂ அது 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 மேல பாத்தியா? அதுக்கு மேல സൂപ്പർ സർ സൂപ്പർ സർ സൂപ്പർ. അവിടെ അലാദിൻ ബിൽഡിംഗിൽ இருக்கும் போதுல இருந்தே வர்க் ஆகல. ഇവിടെ ടർഫ് ഒക്കെ ഉണ്ട്. കുശലം நேரா முன்னாடி அது பாத்தியா? அங்க ஜாமர் இருக்கு. அதனால இந்த சுத்துப்பத்து ஏரியால வர்க் ஆகுது. நீங்க அந்த டேட் ட்ராக் போய் பாருங்க, கண்டிப்பா வர்க் ஆகும். என்னோட கமெண்ட் எப்படி தெரியுமா இப்ப இன்ஃபோ கொடுக்குறேன்? ரேடியோல நேம் மாத்தி ரேஸ் ட்ராக். ഓക്കെ, സിവിഎ എത്തി. ബട്ട് ഓൾറെഡി എത്തിയ ആൾക്കാരെ അവര് രണ്ടുപേരെ വണ്ടി അടിച്ച് ഓടിച്ചിട്ടുണ്ട്. സിവിയുടെ പ്ലേയേഴ്സ് നേരെ ഈ നമ്മുടെ വില്ലു. കില്ല കോച്ച് മാത്രമാണ് ഇവിടെ ഉള്ളത്. കില്ല കോച്ചിന്റെ പിഒയിലേക്ക് പോവാണെങ്കിൽ കോച്ച് ഇതുവരെ അവരെ സ്പോട്ട് ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു. നേരെ എത്തിയിരിക്കുന്നു വില്ലു, അവിടെ അടിച്ചിരിക്കുന്നു. അയ്യോ, ഇവിടെ അടി അവിടെ ടിവി ഇറങ്ങിയിരിക്കുന്നു. നമ്മുടെ അസാസിൻ ഗോസ്റ്റ് ഇറങ്ങിയിരിക്കുകയാണ്. അസാസിൻ ഗോസ്റ്റിനെ ചതിച്ചുകൊണ്ട് ഇവിടെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ പാവം പയ്യനെ ആദാ വിൽപ്പന കല്യാണത്തിൽ ആടി സെയിലിൽ വിറ്റതുപോലെ അവനെ വിറ്റിട്ട് പോയിരിക്കുന്നു. അങ്ങനെ സക്സസ്ഫുള്ളി ടിവിയെ നീല കണ്ടത് അവനെ കൃഷിയാണല്ലോ ഇതിലാന്ന് തോന്നുന്നു. സെൽ ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അവന് ആക്ച്വലി അവൻ പെട്ട് മോബി അവിടുന്ന് മൈക്കി സാധനം പിക്ക് ചെയ്യുന്നു. പിക്കപ്പ് ഫ്രണ്ട് വെച്ച് ഇവിടെ നോക്കിയാണെങ്കിൽ സിവിയുടെ അവിടെ വണ്ടി ഒന്നും കൂടെ കുത്താൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു. ഇല്ല ഇല്ല, അവര് ബാക്ക് ഓഫ് ചെയ്യുന്ന ഒരു കാഴ്ച. അവര് സോണൗട്ടാണ് ആക്ച്വലി, അവര് ബാക്ക് ഓഫ് ചെയ്യുന്നു. ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ആടി സൈഡിൽ വെച്ച അസാസിൻ ഗോസ്റ്റിനെ മംഗലശ്ശേരി നീലകണ്ഠൻ പിക്ക് ഓഫ് ചെയ്യുന്ന കാഴ്ച. അപ്പം ഈസ്റ്റ് 5 നാളെ മുതൽ നോക്കുകയാണെങ്കിൽ അത് നീലകണ്ഠൻ
അത് അവരുടെ വണ്ടി ചെറിയൊരു പിറ്റേച്ചിന്റെ വണ്ടിയിൽ അതെ അതെ സോൺ ഔട്ടിന്നാണ് ആക്ച്വലി അത് ഫൈറ്റ് എടുത്തോണ്ടിരിക്കുമ്പോഴായിരിക്കും സോൺ മാറിയത്. വിഷമമുണ്ട് ടർഫ് അറ്റാക്ക് ചെയ്ത് എടുക്കുന്ന ടീമിന് 15 നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ ഇവിടെ അടിയെടുക്കുന്നത് ബ്രാവോ കാണീര് ഓർ ലൂസ്. അപ്പൊ എന്തോ സോൺ ഔട്ട് അല്ലേ ഭയങ്കര. ബ്രാവോക്ക് ഒരു വിഷമം എന്തോ ഒരു വിഷമം. ഇവിടെ നോക്കുവാണെങ്കിൽ ഇതാ സിവിയുടെ ഒരു വണ്ടി അലക്സാണ്ടർ ഇവിടെ അവരുടെ വണ്ടി പിന്നെയും തിരിച്ചു പോകുന്നു. ഇവിടെ ഇവിടെ നമ്മൾ കണ്ടത് മൂമെന്റ് വളരെ ശരി പുഞ്ചിരി പന്തിയാണ്. 100% ശരിയാണ്. സോണോട്ടിലാണ് അത് ലാസ്റ്റ് അമ്പയർ റിവ്യൂല് നോക്കാം. വാറ് നമ്മൾ വിളിക്കുന്നതായിരിക്കും ലാസ്റ്റ്. നമുക്ക് നോക്കാം. കളി നടന്നുകൊണ്ടിരിക്കുന്നു. സിവിയുടെ വണ്ടിയിൽ ഇടിച്ച് മലയുടെ മുകളിൽ നിന്ന് താഴെ ഇടുന്ന കാഴ്ച. ചീത്ത വിളിക്കുന്ന ഒരു കാഴ്ച അവിടെ. സൈഡ് പ്രൊഫൈലില് ആൾക്കാരെ ഇവിടെ ഇരുന്ന് ചീത്ത വിളിക്കുന്നു കോച്ച്. മംഗലശ്ശേരി നീലാണ്ടന്റെ പിയോയിലോട്ട് പോവാണെങ്കിൽ സോണ് കാസിനോടെ പാർക്കിങ്ങിലോട്ട് ബിൽഡിംഗും ഇവിടെ നോക്കുകയാണെങ്കിൽ അല്ല അവര് കേറുന്നില്ല കേട്ടോ. അവര് അതായത് അവർക്ക് ഒരു ഇവിടെ രാജമാണിക്യം നമ്മുടെ ടൈപ്പിന്റെ അളിയൻ രാജമാണിക്യമാണ് സിവിയുടെ ഒരു വണ്ടി ഓടിക്കുന്നത്. അവര് പാർക്കിംഗ് വഴി കയറാനുള്ള ഒരു യു ബിൽഡിംഗ് ഇതാ വണ്ടി വന്നിരിക്കും. ഓക്കെ സിവിയുടെ 3 പേരടങ്ങുന്ന ഒരു വണ്ടീനെ സിവിയുടെ പ്ലേയേഴ്സ് ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ അവർ നിര്യാതരാവുന്നതായിരിക്കുമെന്ന് തോന്നുന്നു. ഓക്കെ നീലനെ വണ്ടി എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. സാവേജ് സി വി എ മാധവനുണ്ണിനെ മാധവനുണ്ണിയാണ് വണ്ടി ഓടിക്കുന്നത്. ഡൗൺ മാധവനുണ്ണിയല്ലേ കത്ത് മാധവനുണ്ണിയുടെ ഐഡിയ എത്ര? ഇവിടെ സിവിയുടെ പ്ലേയേഴ്സ് വണ്ടി സിവി ഹാർലി ജെയിംസ് ഇറങ്ങി കയറി അവിടെ രണ്ടുപേരും പൊഴിഞ്ഞു വീണ് ചാവുക. ഒരു പണ്ടൊക്കെ നമ്മള് ടർഫ് കളിക്കുമ്പോ എന്നാ രസമായിരുന്നല്ലേ. ഓരോ ദിവസം ഓരോ സ്ട്രാറ്റജി വന്ന് കയറുമ്പോൾ കിടിലൻ ടർഫുകൾ, ടൈറ്റ് ടർഫുകൾ. അങ്ങനെ ചെറിയ ടർഫ് എന്നല്ല, ടൈറ്റ് ടർഫുകൾ. അടിയോ അടി. അന്ന് പക്ഷെ ഇത്രമാത്രം ഗ്യാങ് ഒന്നുമില്ല. ഒരു 8-10 ഗ്യാങ്ങോ ഉള്ളായിരുന്നു തോന്നുന്നു TRP-ല്. അല്ലായിരുന്നു. എത്ര ഗ്യാങ്ങാണ് കൊണ്ടുവരുന്നത്? 8 ഗ്യാങ് 7 ഗ്യാങ്ങായിരുന്നു ആദ്യമേ കയറിയത്. പിന്നെ എനിക്ക് തോന്നുന്നു അത് 10-12 ഗ്യാങ്ങായിട്ട് കൂടിയായിരുന്നു തോന്നുന്നല്ലേ. എല്ലാം ഒന്നിനൊന്നിന് അടിപൊളി ഗ്യാങ്ങുകള്, സെറ്റ് ഗ്യാങ്ങുകള്. ഫൈറ്റ് വന്നാൽ കാണാൻ രസം, ടർഫ് കാണാൻ രസം, എല്ലാം അടിപൊളിയായിരുന്നു. പിന്നെ രസമായിരുന്നു അന്നത്തെ എന്താ കാലം. അപ്പൊ അവര് ഫസ്റ്റ് ട്രൈ ചെയ്തു. യെസ് നല്ലതാണ്, നല്ല ട്രൈ ആണ്. ഇവിടെ ടീംസിനൊന്നും റെഡി ആയിട്ടില്ല അവരുടെ. അതെല്ലാം റെഡിയാക്കാനുണ്ട്. അവർ കുറെ കൂടെ ട്രൈ ഹാർഡ് ചെയ്ത് ചെയ്യും എങ്കില് കുറച്ചും കൂടെ ബെറ്റർ സിനർജി ടീം സിങ്ക് എല്ലാം ബിൽഡ് ആകുന്നുള്ളൂ. ട്രൈ ചെയ്യട്ടെ. കാരണം വേറെ കൊണ്ടല്ല, അവർ ഇന്നത്തെ ഇതില് അവര് അവിടെ ഇറങ്ങി. ഇപ്പൊ 3 പേരും കൂടെ പടമാകും. ഓക്കെ പട്ടത്തിൽ പണി. അവനും വന്ന് ഇറങ്ങുന്നതിന് മുന്നേ നിര്യാതനായി. കാട്ടളച്ചിലാക്കി ഒരു ബുള്ളറ്റ് വെക്കാൻ പോലുള്ള സമയം കിട്ടിയില്ല. തീർന്നത് തല്ലണോ എന്റെ ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ അതാ സോണോട്ടല്ല അടിച്ചെന്ന് തോന്നുന്നു. നമുക്ക് വെയിറ്റ് ചെയ്യാൻ നോക്കാം. കളി കഴിഞ്ഞ് സിറ്റി കഴിഞ്ഞ് ടർഫ് കഴിഞ്ഞ് ഇനിയിപ്പോ വാറുണ്ട്. അതുകൊണ്ടാണ് ലിമിറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഏരിയയിൽ